എല്ലാ സ്ത്രീകൾക്കും സ്ഥിരമായ ഒരു ജോലിയും സ്ഥിര വരുമാനവും വേണമെന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇമോഷണലി എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. 2017 ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അട്ടപ്പാടി ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത് താലൂക്ക് ഹോസ്പിറ്റലാണ്. ഏകദേശം 5 വർഷമാണ് ഞാൻ അവിടെ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നത്. 2022 എന്റെ കല്യാണത്തോടു കൂടി ഏകദേശം 3 മാസം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ജോലി ഇല്ലാതെ ഇരിക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട ആ ഒരു പ്രഹസനമുണ്ടല്ലോ, അതായത് എന്റെ മിഞ്ചി. ഈ 2017 മുതൽ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ച ഒരു സാധനമാണ് ആ കണ്ട മിഞ്ചി. കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരോ ഒക്കെ ഇന്ന കളറിന്റെ കൂടെ ഇന്ന കളർ ചേർന്ന ഡ്രസ്സ് എടുത്താൽ നന്നായിരിക്കും, ഇതുപോലെ ഒരു കമ്മൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാല ട്രെൻഡിങ്ങിലാണ്, ഇത് വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് ഇതിലൊന്നും താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ 30കളിൽ എത്തിയപ്പോൾ തോന്നിയൊരു കാര്യമാണ്, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇങ്ങനെ ചിന്തിക്കാത്തവരായിരിക്കും കൂടുതൽ സ്ത്രീകളും, അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ അമ്മമാർ തന്നെ അതിന് ഉദാഹരണമാണ്. പക്ഷെ എൻ്റെ ഈ 30കളിൽ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എസ്പെഷ്യലി വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ രാവിലെ റെഡിയായി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ദൂരെ ആ കാഴ്ച കണ്ടത്. നമ്മുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ പ്രാവുകൾ പൊങ്ങി പറക്കുന്ന കാഴ്ച. എനിക്കിത് പ്രത്യേക ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. അറിയാതെയാണെങ്കിലും ഈ ഒരു മഞ്ഞ യൂണിഫോം ഇട്ട് എന്റെ ഫ്രെയിമിൽ വന്ന് പെട്ട ഈ ഒരാള് ഈ ഖത്തർ ഇത്രയും വൃത്തിയായിരിക്കാൻ സഹായിക്കുന്നവരിൽ ഒരാളാണ്. കാരണം ചെറിയ ചെറിയ പേപ്പറും കടലാസുകളും പോലും റോഡിൽ നിന്നും എടുത്തു മാറ്റുന്ന ക്ലീനിങ് സ്റ്റാഫ്സിൽ ഒരാളാണ് ഇദ്ദേഹം. ഇത് കൂടാതെ എല്ലാ ദിവസവും ഗാർബേജ് ബിന്നുകൾ ഒഴിവാക്കുകയും ക്ലീൻ ചെയ്യുകയും റോഡ് തൂത്തു മാറ്റുകയും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമുള്ള എന്റെ അത്ഭുതകരമായ കാഴ്ചകളാണ്. സോ അപ്പൊ ഇന്ന് എത്രയുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്